നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഹിമാചൽ പ്രദേശിലെ ജിസ്പയിൽ നിന്നും മണാലിയിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ ഓടി കഴിഞ്ഞതിന് ശേഷം അടൽ ടണലിൻ്റെ നോർത്ത് പോർട്ടൽ സൈഡിലേക്ക് നമ്മൾ വന്നു ചേർന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അടൽ ടണലിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. നമ്മളീ പോകുന്ന അടൽ ടണലിൻ്റെ നോർത്ത് പോർട്ടൽ മുതൽ സൗത്ത് എൻഡ് വരെ ഒറ്റ ഷോട്ടിൽ ചിത്രീകരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പലരും വണ്ടിയിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല, പുറത്ത് പോലീസുകാർ ചിലപ്പം പിടിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ശ്രമിക്കാണ്ട് വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യുന്ന കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോയിലും ഞാൻ അടൽ ടണലിൻ്റെ പല ഭാഗങ്ങളിലുള്ള കാഴ്ചകളും കണ്ടിട്ടുണ്ടെങ്കിലും സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ ഫുള്ളായിട്ടുള്ളൊരു കാഴ്ച ഒരൊറ്റ വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് അടൽ ടണൽ സന്ദർശിക്കാനായിട്ട് പോകുമ്പോൾ അതല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് നമ്മൾ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു എൻഡ് മുതൽ അപ്പുറത്തെ എൻഡ് വരെ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കും. അപ്പോൾ അത് ഒരു വീഡിയോ രൂപത്തിലാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. എന്തായാലും നമ്മൾ അടൽ ടണലിൻ്റെ അകത്തേക്ക് കയറി. തുടക്കത്തിൽ തന്നെ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരുപാട് ഇടം പിടിച്ചിട്ടുള്ള ഒരു ടണൽ കൂടെയാണ്. ഏകദേശം 9800 അടി ഉയരത്തിലാണ് ഈ ഒരു ടണൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ തുരങ്കത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 9.2 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്കറിയാം നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9800 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണൽ കൂടിയാണ് നമ്മുടെ ഈ അടൽ ടണൽ. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് താഴെയാണ് ഈ ഒരു ടണൽ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കറിയാം റോഹ്താങ് മിക്ക സമയങ്ങളിലും വിന്റർ സമയങ്ങളിൽ മഞ്ഞുവീഴ്ച കാരണം ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ഈ ഒരു ചുരം വന്നതിന് ശേഷം ഏതൊരു കാലാവസ്ഥയിലും ഇവിടെ നിന്നും നമുക്ക് ലേയിലേക്ക് അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് റോഡ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ചുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു ടണലിൻ്റെ നിർമ്മാണ സമയത്ത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി തന്നെയായിരുന്നു. ഈ പ്രദേശത്ത് ഭൂമിക്കടിയിലുണ്ടാകുന്ന പ്രത്യേക മർദ്ദം, അത് കാരണം ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ, ഇതിനകത്തെ വെള്ളത്തിൻ്റെ നീരുറവ കാരണം വെള്ളത്തിൻ്റെ വിസ്ഫോടനം ഉണ്ടായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ, അങ്ങനെ ഒത്തിരി തവണ ഇതിൻ്റെ നിർമ്മാണം നിർത്തിവെക്കേണ്ടതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം 10 വർഷത്തോളമാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത്. ഈ ഒരു ടണൽ കൊണ്ട് മണാലിയിൽ നിന്നും ലേയിലേക്കുള്ള സഞ്ചാരം സുഗമമാക്കുക, അതുപോലെ തന്നെ ചരക്ക് ഗതാഗതം എല്ലാം എളുപ്പത്തിലാക്കുക, മാത്രമല്ല വിനോദസഞ്ചാരികൾക്കുള്ള യാത്രയും സുഗമമാക്കുക എന്നൊക്കെ ഉള്ള ഉദ്ദേശമാണ്. പക്ഷേ ഈ ഒരു ടണൽ ഉദ്ഘാടനത്തിന്റെ മുന്നേയുള്ള റോഹ്താങ് പാസിലെ അടിപൊളി കാഴ്ചകളൊക്കെ ഈ ഒരു ടണൽ ഇല്ലാണ്ടാക്കുന്നു എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. റോഹ്താങ് പാസിന് കുറുകെ ഭൂമിക്കടിയിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തുരങ്കമായതിനാൽ ഇതിനെ റോഹ്താങ് തുരങ്കം എന്നും വിളിക്കപ്പെടുന്നുണ്ട്.
ഹിമാചൽ പ്രദേശിലെ മണാലിയെ ലഡാക്കിലെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ഹിമാലയത്തിലെ പീർ പഞ്ചൽ പർവ്വതത്തിലൂടെ കടന്നുപോകുന്ന ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് അടൽ ടണൽ. കനത്ത മഞ്ഞുവീഴ്ചയും പ്രതികൂല കാലാവസ്ഥയും കാരണം ശൈത്യകാലത്ത് രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട ലഡാക്കിൻ്റെ വിദൂര പ്രദേശങ്ങളിലേക്ക് ഒരു വർഷം മുഴുവനായും കണക്ടിവിറ്റി നൽകുക എന്നതാണ് ഈ തുരങ്കത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. പിന്നെ ഈ ഒരു തുരങ്കത്തിൻ്റെ അത്യാധുനിക ഫീച്ചറുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്റിലേഷൻ സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ അഗ്നിശമന സംവിധാനങ്ങൾ, എമർജൻസി എക്സിറ്റ് ടണലുകളുണ്ട്, CCTV ക്യാമറകൾ. ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ടണലിൻ്റെ അകത്ത് സജ്ജീകരിച്ചിരിക്കുന്നു. ഈ ഒരു തുരങ്കം വരുന്നതിന് മുമ്പ് ഇതുവഴിയുള്ള യാത്രക്കാർക്ക് റോഹ്താങ് ചുരം കയറി അപ്പുറത്തെ സൈഡിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം. അത് തന്നെ വർഷത്തിൽ കുറച്ച് മാസങ്ങൾ മാത്രമേ ഇതിൻ്റെ സംവിധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു തുരങ്കത്തിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ജൂൺ 28 പണി ആരംഭിച്ച ഈ ഒരു ടണൽ പിന്നീട് ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം 2020 ഒക്ടോബർ 3 നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു തുരങ്കം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത്. बहुत ज़्यादा है ना, इसलिए यहाँ 3 साल बर्बाद हो गया, अभी भी पानी आ रहा है, इसलिए मोड़ काटा ना थोड़ा, अभी भी रिपेयर चला हुआ है. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അടൽ ടണലിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.